മുത്തശ്ശിയുടെ കണ്ണിന് എന്തൊരു പ്രശ്നമുണ്ട്. സീരിയൽ കാണുമ്പോ രണ്ടായിട്ട് കാണണേ. ഓപ്പറേഷൻ വേണമെന്നാ തോന്നണേ. രണ്ടായി കാണുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെ പരിഹരിക്കാം. എങ്ങനെ? മുത്തശ്ശിയോട് ഒരു കണ്ണടച്ചു പിടിച്ച സീരിയൽ കാണാൻ പറയൂ. നീ എപ്പോഴും ടി വി കാണാറുള്ളതല്ലേ? എപ്പോഴെങ്കിലും കാണാൻ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും മഴയും കാറ്റുമുള്ളപ്പോഴാണോ? അതെന്താ അങ്ങനെ? നിങ്ങൾക്ക് കാറ്റും കരണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? ഇല്ല. എന്താണ് കാറ്റും കരണ്ടും തമ്മിലുള്ള വ്യത്യാസം? കാറ്റടിച്ചാൽ കരണ്ട് പോകും, കരണ്ട് അടിച്ചാൽ കാറ്റ് പോകും. അതെ, കരണ്ട് അടിച്ചാൽ നമ്മുടെ കാറ്റ് പോകും. ഓ, ഇപ്പോഴാണ് ശരിക്കും ബൾബ് കത്തിയത്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? പറ. ഉത്തരം നിങ്ങൾ പറയണം. തെങ്ങിൽ നിന്നും തേങ്ങ ഉണ്ടാകുന്നു, തേങ്ങയിൽ നിന്നും തേങ്ങ ഉണ്ടാകുന്നു. ശരി ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, മാവിൽ നിന്നും മാങ്ങ ഉണ്ടാകുന്നു, മാങ്ങയിൽ നിന്നും മാവ് ഉണ്ടാകുന്നു. ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, വെള്ളത്തിൽ നിന്നും കരണ്ട് ഉണ്ടാകുന്നു, കരണ്ടിൽ നിന്നും വെള്ളം ഉണ്ടാകുന്നു. തെറ്റിപ്പോയി മക്കളെ, കരണ്ടിൽ നിന്നും വെള്ളം ഉണ്ടാകുന്നില്ല. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല, കടിക്കുന്ന പട്ടി കുരയ്ക്കാറുമില്ല. കാരണം എന്ത്? ഞാൻ പറയട്ടെ? നീയോ? കൊരയും കടിയും ഒരേ സമയം പറ്റാത്തത് കൊണ്ട്. മിടുക്കി അമ്പടി കേമി. വീട്ടിലൊരു പട്ടിയുണ്ട്, അത് കൊരയ്ക്കില്ല, കടിക്കില്ല. അടുത്ത പീരീഡ് ടെസ്റ്റ് പേപ്പറാ. നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാനും പഠിച്ചിട്ടില്ല. മാളു, നീ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം. ഈ നമ്മുടെ മാളു പഠിച്ചിട്ടില്ലേ? അപ്പൊ നമുക്ക് അവളുടെ ഒക്കെ കോപ്പി അടിക്കാം. അതൊക്കെ ഞാൻ എപ്പോഴേ തീരുമാനിച്ചത്. മാളു ഒന്ന് ഹെൽപ്പണം കേട്ടോ. കൂട്ടുകാരെ, എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്? അടുത്ത പീരീഡ് ടെസ്റ്റ് പേപ്പറാ. നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല. ഈ പീരീഡ് ഫ്രീ പീരീഡ് ആയിരുന്നല്ലോ. നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞങ്ങൾ വെറുതെ സംസാരിച്ചിരിക്കുവായിരുന്നു. വെറുതെ സംസാരിച്ചിരുന്ന നേരം കൊണ്ട് പഠിക്കാമായിരുന്നില്ലേ? വെറുതെ സംസാരിച്ചു കളഞ്ഞ സമയം എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാമോ? ലോകത്തെ ഏറ്റവും വിലപ്പെട്ടത് സമയം തന്നെയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയം തിരികെ കിട്ടില്ല. അതുകൊണ്ട് പഠിക്കാനുള്ള സമയത്ത് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ടതുപോലെ പഠിക്കണം, അല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ടെസ്റ്റ് പേപ്പറിൽ തോറ്റുപോയാൽ പ്രശ്നമാ. അതുകൊണ്ട് ഞങ്ങൾ മാളുവിന്റെ നോക്കി എഴുതാൻ തീരുമാനിച്ചു. അലസരുടെ മനസ്സ് സാത്താന്റെ പണിപ്പുരയാണ്. അലസത കാട്ടി പഠിക്കാതിരിക്കുന്നവരെ സഹായിക്കുന്നത് സാത്താനെ സഹായിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും പഠിക്കാതെ നിങ്ങൾ സമയം കളഞ്ഞു. ബുദ്ധിയും ഓർമ്മശക്തിയും എല്ലാം നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ലേ? അത് വെച്ച് കോപ്പി അടിക്കാതെ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ എഴുതാൻ പരിശ്രമിക്കുക. കഷ്ടപ്പെട്ട് നേടുന്നവനെ വിലയുണ്ടാവുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിക്കരുത്.